തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് മീര വാസുദേവ്. ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിനി സ്ക്രീനിലും മീര തിളങ്ങിയിരുന്നു. കുടുംബവിളക്കിലെ സുമിത്ര ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു. സുമിത്ര എന്ന പാവം വീട്ടമ്മയെ മീര വാസുദേവ് എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അമ്പരപ്പായിരുന്നു. തന്മാത്രയിൽ ലേഖയായിരുന്നു മീരയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിന്ന ക്യാരക്ടർ. സംപ്രേഷണം തുടങ്ങിയ അധികം വൈകാതെ തന്നെ സുമിത്രയും സീരിയൽ പ്രേമികൾ ഏറ്റെടുക്കുകയായിരുന്നു. സാധാരണ വീട്ടമ്മിൽ നിന്നും ബിസിനസ്സുകാരിലേക്കുള്ള സുമിത്രയുടെ വളർച്ചയും ജീവിതത്തിലെ മാറ്റങ്ങളുമെല്ലാം പ്രേക്ഷകരും ആസ്വദിക്കുകയായിരുന്നു. സിനിമ സീരിയൽ വ്യത്യാസം നോക്കാതെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളാണോ എന്ന കാര്യം മാത്രമാണ് താൻ ശ്രദ്ധിക്കാറുള്ളതെന്ന് മീര പറഞ്ഞിട്ടുണ്ട്. സുമിത്ര ബോൾഡായി മാറിയപ്പോൾ ഇതാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചതെന്നായിരുന്നു കമന്റുകൾ. പ്രമോ പുറത്തു വരുമ്പോൾ മുതൽ തന്നെ കുടുംബവിളക്ക് ചർച്ചയായി മാറുന്നുണ്ടായിരുന്നു. 5 വർഷത്തിനിപ്പുറം പരമ്പര അവസാനിക്കുമ്പോൾ താരങ്ങളെല്ലാം സങ്കടവും സന്തോഷവും പങ്കുവച്ചെത്തുന്നുമുണ്ട്. 5 വർഷത്തെ യാത്ര അവസാനിക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ് ഞങ്ങൾ. സെറ്റിലുള്ളവരെല്ലാമായി നല്ല അടുപ്പമായിരുന്നു. അതൊക്കെ ഓർമ്മകളാണല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമാണ്. തുടക്കം മുതൽ പ്രേക്ഷകർ മികച്ച പിന്തുണയാണ് നൽകിയത്. ഇനി അങ്ങോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ പിന്തുണ കൂടെ വേണമെന്നായിരുന്നു നൂബിൻ പറഞ്ഞത്. കുടുംബവിളക്കിൽ പ്രതീക്ഷ എന്ന കഥാപാത്രത്തെയായിരുന്നു നൂബിൻ അവതരിപ്പിച്ചത്. ഒരു യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളെ കൂടെ ചേർത്ത് പിടിക്കൂ. മനോഹരമായ നിമിഷങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഒരിക്കലും അവസാനിക്കാത്ത യാത്ര. സ്നേഹം ഉള്ളിലുണ്ടാകട്ടെ. കുടുംബവിളക്ക് എനിക്ക് ഒരുപാട് ഓർമ്മകളും നല്ല സൗഹൃദങ്ങളും സമ്മാനിച്ചു. ഭർത്താവ് ഉൾപ്പെടെ പരമ്പരയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു മീര പങ്കുവച്ചത്. നമ്മൾ ഇനിയും കണ്ടുമുട്ടും. എത്ര മനോഹരമായ യാത്രയായിരുന്നു അത് എന്നുമായിരുന്നു താരം പറഞ്ഞത്. കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റമാണ് കുടുംബവിളക്ക് സമ്മാനിച്ചത്. പരമ്പരയുടെ ക്യാമറാമാനായ വിപിനാണ് മീരയെ വിവാഹം ചെയ്തത്. ഇവരുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. 2019 മുതൽ ഒന്നിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നു ഞാനും വിപിനും. 1 വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചെന്നുമായിരുന്നു അന്ന് മീര പറഞ്ഞത്. കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം നടത്തിയത്. വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു. മീര 3ാമതും വിവാഹിതയായപ്പോൾ രൂക്ഷ വിമർശനങ്ങളുമായി ചിലരെത്തിയിരുന്നു. മീരയോ വിപിനോ ഇതൊന്നും ഗവനിച്ചിരുന്നുമില്ല. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.